ഈ പൗരത്വ ഭേദഗതി നിയമം CAA അത് മതപീഡനം നേരിട്ട് ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിൽ ഇളവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. എന്തുകൊണ്ടത് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട ഈ മതപീഡനം എന്ന വാക്കാണ്. അതിൽ ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങൾ എന്ന വാക്കൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ഇതിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്ന, അവരുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തുന്ന, അവർക്ക് നിയമപരമായി രാജ്യത്തിന് അവകാശം നൽകുന്ന ഒരു നിയമമായി അത് മാറുകയാണ്. വിമർശനങ്ങൾ ഒരുപാട് ഉയരുമ്പോഴും കിരൺ, അതുതന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പൗരന് ഒരു വിവേചനം, മതപരമായ വിവേചനം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഒരു താത്വികമായ അകലം എന്ന് പറയാം, ഒരു പ്രിൻസിപ്പൽ ഡിസ്റ്റൻസ് ആണ് എല്ലാ മതങ്ങളുമായും. ഏതെങ്കിലും ഒരു മതക്കാർക്ക് പ്രത്യേകമായ അധിക ആനുകൂല്യമോ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനമോ ഉണ്ടാവുന്നില്ല. തുല്യത എല്ലാവർക്കും പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഭേദഗതി വരുമ്പോൾ ആ ഭേദഗതിയിൽ മതം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭേദഗതി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. നമുക്ക് തന്നെ പരിശോധിച്ചാൽ അറിയാം, 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പ്രധാനമായും ഇളവ് നൽകുന്നത്. അതുകൂടി കാർഡ് കാണിച്ചാൽ ശ്രദ്ധിച്ചാൽ നന്നാവും. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ്. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകൾക്കാണ് ഇളവ് നൽകുന്നത്. അങ്ങനെ തന്നെ കുടിയേറിയ ആളുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നില്ല. അവർക്ക് ഇളവ് നൽകുന്നതിൽ തന്നെ അത് ഹിന്ദു, ക്രിസ്ത്യൻ, ജൈനൻ, പാഴ്സി, സിഖ്, ബുദ്ധ, ഇങ്ങനെ 6 വിഭാഗങ്ങൾക്കാണ് ഇളവ് നൽകുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ അതിൽ ഒഴിവാക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അത് മുസ്ലിം ജനവിഭാഗമാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, ഈ രാജ്യങ്ങളിൽ നിന്ന് 10 പേർ വന്നെങ്കിൽ അതിൽ 2 പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരും മറ്റ് 8 പേർ മറ്റ് വിഭാഗങ്ങളിൽപ്പെടുന്നവരുമാണെങ്കിൽ ഈ 8 പേർക്കും ഈ ബാക്കി മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നു. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയതിൻ്റെ രേഖകൾ അടക്കമുണ്ടെങ്കിൽ മറ്റ് 8 പേർക്കും പൗരത്വം ലഭിക്കുകയും ഈ വരുന്ന ബാക്കി 2 പേർക്ക്, അവർ മുസ്ലിം മതവിഭാഗമാണ് എന്നതിനാൽ അവർക്ക് പൗരത്വം ലഭിക്കാതിരിക്കുകയും ചെയ്തു. ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തികളുമെല്ലാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 വിരുദ്ധമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ തുല്യത എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന പറയുന്ന തത്വത്തിന്, മൗലികമായ തത്വത്തിന് വിരുദ്ധമാണ്. മതത്തിന്റെ പേരിൽ ആളുകൾക്ക് പൗരത്വം നൽകുന്നു എന്നുള്ള ഒരു വിഷയം കോടതിയിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമ പോരാട്ടങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ലീഗ് അടക്കം, മുസ്ലിം ലീഗ് അടക്കം ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾ, രാജ്യങ്ങൾ എന്നിവർ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, അതായത് മതപീഡനം നേരിടുന്നു എന്ന വാക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ഈ നിയമവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. ഇപ്പോൾ നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, മ്യാൻമർ ഉണ്ട്, ശ്രീലങ്കയുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം നിൽക്കുന്നവർ, ഈ രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ശ്രീലങ്കയിൽ നിന്നാണെങ്കിൽ തമിഴ് അഭയാർത്ഥികളൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള വിവേചനം, മതപരമായ വിവേചനം അല്ലെങ്കിൽ അവിടെ ഭാഷാപരമായ വിവേചനം നേരിടുന്നവരുണ്ട്. ഇനി പാകിസ്ഥാനിൽ തന്നെയാണെങ്കിൽ അഹമ്മദിയർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് അഹമ്മദിയർ. അവർ അവിടുത്തെ ഏകദേശം 2-2.5% വരുന്നവരാണ്. ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു വിഭാഗം അഹമ്മദിയർ വരുന്നുണ്ട്. അവിടെ മതപരമായ വിവേചനം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സംസ്ഥാനങ്ങൾ ആകെ കൂടി ഇതിൻ്റെ ഒരു സത്ത എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവർക്ക്, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. മറ്റ് മതവിഭാഗങ്ങൾ പെടുന്നവർക്ക്, മറ്റ് 6 പ്രധാനപ്പെട്ട, ഈ അവിടെ ഉള്ള മതവിഭാഗങ്ങളുടെ 6 പേരാണുള്ളത്. ആ മതവിഭാഗങ്ങൾ പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അവകാശം ലഭിക്കും. ഇതാണ് പ്രധാനമായും മതത്തെ മാനദണ്ഡമാക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തി കാണിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളുണ്ട്. സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു NRC നടപ്പാക്കണം എന്നുള്ള. അസമിന്റെ വിഷയത്തിൽ വന്നപ്പോൾ NRC പോകേണ്ടി വരും. ആ NRC ഇപ്പോഴും പൂർണ്ണമായി നടപ്പാക്കാതെ എങ്ങനെയാണ് ഈ CAA നിയമം നടപ്പാക്കുന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കും? ഇത് രണ്ടാണ്, ഇതിന് തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുമ്പോഴും എങ്ങനെ ഇന്ത്യയിലെ പൗരത്വത്തിന് ആരാണ് പൗരൻ എന്നുള്ളതിന് കൃത്യമായ രജിസ്റ്റർ നടപ്പാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ പൗരത്വം നൽകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയമായി ഇന്ത്യയിൽ 2 ചേരിയായി ഇന്ത്യയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ അതിൽ പ്രധാനമായും വെല്ലുവിളി നേരിടുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരേന്ത്യയിലായിരിക്കും. അവിടെ ഈ CAAക്കെതിരെ ഒരു ഉറച്ച നിലപാടിലൊക്കെ സ്വീകരിക്കുമ്പോൾ
എങ്ങനെയാണ് അത് ഹിന്ദു വോട്ട് ബാങ്കിനെ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന വോട്ട് ബാങ്കിനെ ഒക്കെ ഈ പാർട്ടികളെ ബാധിക്കുക എന്നുള്ള വിഷയം കൂടിയുണ്ട്. BJP സമർത്ഥമായി അവരുടെ അജണ്ട നടപ്പാക്കുക മാത്രമല്ല ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിൽ അവരെ ഒരു തന്ത്രപരമായ വെട്ടിൽ കൂടിയാക്കുന്നതാണ്. ഇപ്പോൾ അയോധ്യയുടെ വിഷയം തന്നെ വന്ന അങ്ങനെയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പറയാൻ കഴിയുന്നില്ല. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും BJPക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന പൗരന്മാർക്ക് ചിലർക്ക് ഇളവ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം വിഭാഗം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല. അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കൊക്കെ ഇളവ് നൽകുമ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ വലിയ തോതിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അവർക്ക് ചില ഇളവ് നൽകുന്നതിനെ എന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത് പറയുമ്പോൾ ഒരു ഹിന്ദുത്വ വികാരം ഉണരും. അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെ കൂടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ഇതിപ്പോ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ കോൺഗ്രസ് ഒക്കെ എടുത്ത നിലപാട് കാര്യത്തിലുള്ള ആശയക്കുഴപ്പമൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഏത് തരത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൊണ്ട് കൊടുക്കാമോ ഉത്തരേന്ത്യയിലെങ്കിലും അതിനുള്ള ശ്രമങ്ങളെല്ലാം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഭരണഘടന, അതായത് നമുക്കറിയാം കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഈ നിയമം, ഇന്ന് പിണറായി വിജയന്റെ പ്രസ്താവന വീണ്ടും വന്നിരുന്നു, ഈ നിയമം നടപ്പിലാക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ അതിന് പ്രാക്ടിക്കാലിറ്റി ഒരു പ്രശ്നമാണ്. കാരണം ഭരണഘടന പാർട്ട് 2 ആർട്ടിക്കിൾ 5-11 പറയുന്നത് പൗരനെ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിന് എന്നുള്ളതാണ്. അവകാശം പാർലമെന്റിനാണ്. പാർലമെന്റിൽ ഉണ്ടാകുന്ന ഭൂരിപക്ഷം മെജോറിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ ഒരു തീരുമാനം. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പിലാക്കാനാവില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഉയരും. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ. ഇതിനായി പ്രത്യേക പോർട്ടൽ സംവിധാനമടക്കം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ കേന്ദ്രീകൃത തീരുമാനം ഉണ്ടാകുന്നത് ഡൽഹിയിൽ നിന്നായിരിക്കും, പാർലമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നായിരിക്കും. അത്തരം വിഷയങ്ങളൊക്കെ ഇത് ഇനി മുന്നിലുള്ളത് സംസ്ഥാനങ്ങൾക്ക് മുന്നിലുള്ളത് നിയമ പോരാട്ടത്തിന്റെ വഴിയാണ്. ആ നിയമ പോരാട്ടം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് സ്വാഭാവികമായും പോകും. ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനമൊക്കെ ഇതിൽ നിർണായകമാകും. പല പ്രധാനപ്പെട്ട വിഷയങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 14 തുല്യത എന്ന് പറയുന്ന വിഷയം വരുന്നുണ്ട്. എങ്ങനെ ഈ 3 രാജ്യങ്ങളെ തീരുമാനിച്ചു എന്നുള്ളതിന് യുക്തിസഹമായിട്ടാണോ തീരുമാനമെടുത്തത്? ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ അടിസ്ഥാന മൂല്യങ്ങൾക്ക്, ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. ഇത് പാർലമെന്റിന് അധികാരം നൽകുന്നത് ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ നടപ്പാക്കാൻ കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സമയത്ത് തന്നെ എങ്ങനെയാവണം ഭരണഘടനയിൽ പൗരനെ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ഏത് രാജ്യത്തെ സംബന്ധിച്ചും പുതിയ രാജ്യം രൂപീകരിക്കുമ്പോൾ ആരാണ് പൗരൻ എന്ന് തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് അത് ആരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ചോദ്യം വരും. അത് സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയില്ല. അത് പാർലമെന്റിനാണ് നൽകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ അന്ന് നൽകിയത് ഇന്ത്യൻ പാർലമെന്റിനാണ്. അതിനങ്ങനെ ഇത് പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലാണ് പറയുന്നത്. അത് പാർലമെന്റിന്റെ പൂർണ്ണമായ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ, എന്നുവെച്ചാൽ പൗരത്വം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിന് ഭേദഗതി വരുത്താൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ലാതെ നടപ്പാക്കാനുള്ള നിയമസാധുത ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമായും ഉന്നയിക്കുന്ന ന്യായവും ഭരണഘടന ഉയർത്തി തന്നെയാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഒരു സാധുത ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ആ സാധുത ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കിയത്. അത് സംബന്ധിച്ച് അന്ന് ചില എതിർപ്പുകളൊക്കെ വന്നിരുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർന്ന എതിർപ്പ് പോലെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ എതിർപ്പ്, അവിടെ മറ്റു ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളമായ ആളുകൾ എത്തുന്നുണ്ട്. അവരെ എല്ലാവരെയും അവർ ശത്രുക്കളായി കാണുന്നില്ല. അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ അവർ സ്വീകരിക്കുക. ഇപ്പോൾ മ്യാൻമറിൽ നിന്നൊക്കെ വരുന്ന ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടിയുണ്ട്. അത് ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ്. ഇപ്പോൾ മിസോകളൊക്കെ എന്ന് പറയുന്നവരൊക്കെ ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരെ സ്വീകരിക്കുന്ന അത്തരം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചില ഇളവുകളൊക്കെ കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം. അന്ന് ആ BJPയോ അല്ലെങ്കിൽ BJPയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് ഉണ്ടാകാവുന്ന എതിർപ്പുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്ന് ഈ നീട്ടിക്കൊണ്ടുപോയത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ ഇത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള ചോദ്യം സർക്കാരിന് മുന്നിൽ വരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കിയെന്ന് വരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എങ്ങനെ നടപ്പാക്കുമെന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു ചോദ്യം, അങ്ങനെ ഒരു വിഷയം വേണോ എന്നുള്ള, എന്നുവെച്ചാൽ ഇത് ഒരു ചർച്ചയാക്കാനെങ്കിലും ചർച്ചയാക്കാൻ സാധിക്കും. ആ ചർച്ചയുടെ ഗുണം BJPക്ക് ലഭിക്കാൻ സാധിക്കും. വലിയ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉയർന്നു വരുന്നത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ്.